ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനുവും സ്ഥാനമേറ്റു. 30,000-ലേറെ തീർത്ഥാടകരാണ് ആദ്യ ദിവസം ശബരിമലയിൽ എത്തിയത്. വൈകിട്ട് 5-ന് ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. പതിനെട്ടാം പടി കയറി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴിയിൽ അഗ്നി പകർന്നു. ഇരുമുടിക്കെട്ടേന്തി നിയുക്ത മേൽശാന്തിമാരെ മേൽശാന്തി കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ച ശേഷം സ്ഥാനാരോഹണത്തിനുള്ള അഭിഷേക ചടങ്ങുകൾ നടന്നു. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ 1 വർഷത്തെ നിയോഗം പൂർത്തിയാക്കി അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങും. നമ്മുടെ 1 വർഷക്കാലം ഭഗവാനെ പൂജിക്കാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഗുരുനാഥന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹമാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ അതിനകത്തുണ്ട്. വളരെ നല്ലൊരു 1 വർഷക്കാലമാണ്. നമുക്ക് ഈ മണ്ഡലകാലവും എല്ലാം നമുക്ക് വളരെ നന്നായിട്ടെല്ലാം നടന്നു. പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ പുലർച്ചെ 3-ന് നട തുറക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് 3 മണിക്ക് തുറക്കും. രാത്രി 11 മണിക്ക് ഹരിവരാസനത്തോടെ നട അടയ്ക്കും. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.